Good afternoon all. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു KSEB സബ് എഞ്ചിനീയർ എക്സാം എഴുതി ഒന്ന് വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ആണെങ്കിലും കുറച്ച് പേരൊക്കെ എന്താണ് ഒരു മിക്സഡ് ആയിട്ടുള്ള റിവ്യൂ ആണ്. ഇപ്പൊ നമ്മളൊരു ജസ്റ്റ് റിവ്യൂ എടുത്ത സമയത്ത് നമ്മൾ യൂട്യൂബിൽ ജസ്റ്റ് ഒരു റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു മിക്സഡ് റിവ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ എനിവേ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷൻ ആണ്. അത് ഡീറ്റെയിൽഡ് ഡിസ്കഷൻ അല്ല, ആൻസർ കീ ഡിസ്കഷൻ ആണ്. വേർഷൻ കോഡ് ഡി ഉള്ളവരൊന്ന് ശ്രദ്ധിക്കട്ടോ. വേർഷൻ കോഡ് ഡിയുടെ കീ ആണ് നമ്മൾ പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള ആളുകൾക്കും ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങളുടെ ആൻസേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നിങ്ങൾ ടിക്ക് ചെയ്തെന്ന് മനസ്സിലാക്കാമല്ലോ. അപ്പൊ നിങ്ങൾ കയ്യിൽ കിട്ടും. അപ്പൊ വൈകുന്നേരത്തോടു കൂടിയൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ വരികയും ചെയ്യും. എനിവേ നമ്മളോടൊപ്പം ഈ സെഷനിൽ ഇന്ന് പങ്കെടുക്കുന്നത് അരവിന്ദ് സാറാണ്. നിങ്ങൾക്ക് കീ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും കീയിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തുള്ള കമന്റ്സ്, സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാമെങ്കിൽ അത് കമന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. സോ നമ്മൾ ഡയറക്ട്ലി ഈ ഒരു സെഷനിലേക്ക് കിടക്കുകയാണ്. എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അരവിന്ദ് സാർ. സോ താങ്ക് യു സാർ. സോ നമുക്ക് ഇന്നത്തെ എക്സാമിനേഷൻ വളരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന എക്സാമിനേഷന്റെ ആൻസർ കീ ഡിസ്കഷനിലേക്ക് കിടക്കാം. So question number 1, the reactance offered by capacitor to alternating current of frequency 50 Hz is 20 ohm. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻസ്. ഇത് സോൾവ് ചെയ്യാം. നമുക്കറിയാം റിയാക്ടൻസിന്റെ ഇൻവേഴ്സ് പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെയാണെന്ന് അല്ലേ. സോ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ സി 10 ohm. Which of the following is not considered a fixed cost while calculating the cost of electric power generation? ഏതാണ് ഫിക്സഡ് കോസ്റ്റ് അല്ലാതെ വരുന്നത് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. സോ നിങ്ങൾ എല്ലാവരും തന്നെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് കമന്റ് ചെയ്യുക. നെഗറ്റീവ് കുറെ വന്നു സാരമില്ല, കാരണം എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ അത്രയ്ക്ക് ഒരു ഈസി ലെവൽ ആയിരിക്കത്തില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസി തന്നെയായിരുന്നു എങ്കിൽ പോലും കുറച്ച് ടൈറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആയിരുന്നു, അതെ അതാണ് എക്സാക്ട് വേർഡ്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ഉണ്ട്. ശരി, നമുക്ക് നോക്കാം. അതൊന്നും ഞാൻ ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. എക്സാമിനേഷൻ ഇസ് ഓവർ. എല്ലാവർക്കും ഈക്വലി ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഈക്വലി ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ നമ്പർ 3, ഇഫ് ദ പവർ ഫാക്ടർ ഇസ് യൂണിറ്റി, റിയാക്റ്റീവ് പവർ ഇസ്. റിയാക്റ്റീവ് പവർ എന്തായിരിക്കും? യൂണിറ്റി പവർ ആണെങ്കിൽ വി ഹാവ് 0 റിയാക്റ്റീവ് പവർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. കട്ട് ഓഫ് 75+ ഒക്കെ ആണെന്ന് കേട്ടു, ശരിയാണോ? സി അങ്ങനെയൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കമ്പാരിറ്റീവ്ലി 75 ഒക്കെ വരാനുള്ള ചാൻസ് കുറവാണ്, കാരണം വേക്കൻസീസ് ഒരുപാടുണ്ട്. അറ്റ് ദ സെയിം ടൈം മെയിൻ ലിസ്റ്റിൽ തന്നെ നമുക്ക് ഒരുപാട് കാൻഡിഡേറ്റ്സിനെ എക്സ്പെക്ട് ചെയ്യും. സോ കമ്പാരിറ്റീവ്ലി എന്താണ് 75 ഒന്നും എന്തായാലും വരത്തില്ല. കട്ട് ഓഫ് കുറച്ച് ലോവർ ആയിരിക്കും. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ഡിസ്കഷൻസ് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ശരി. Question 4, in series RLC circuit, R തന്നിട്ടുണ്ട്. At the same time XL-ഉം XC-യും മെൻഷൻഡ് ആണ്. ഫേസ് ആംഗിൾ ഓഫ് ദ സർക്യൂട്ട് നമുക്കറിയാം, tan ഇൻവേഴ്സ് XL മൈനസ് XC ഡിവൈഡഡ് ബൈ R. സോ ഡിഫറൻസ് ഓഫ് ദ റിയാക്ടൻസ് എന്ന് പറയുന്ന 100. സോ ആറിന്റെ വാല്യൂ തന്നെയാണ് എക്സിനും വരുന്നത്. സോ ആൻസർ ഇസ് 45 ഡിഗ്രി. tan ഇൻവേഴ്സ് 1. In an AC circuit, ratio of kilowatt by kVA represents which one? എന്തായിരിക്കും കിലോ വാട്ട് ബൈ കെ വി എ? നമുക്കറിയാം എന്താണ്, പി ഈസ് ഈക്വൽ ടു എസ് കോസ് ഫൈവ് ആണ് അല്ലെ. എസ് ഇസ് ഇൻ കെ വി എ ആൻഡ് പി ഈസ് ഇൻ കിലോ വാട്ട്. സോ ആൻസർ ഇസ് എ പവർ ഫാക്ടർ. സ്പീഡ് ടൈം കർവ് ഫോർ ഇലക്ട്രിക് ട്രെയിൻസ് ഫോർ സിറ്റി സർവീസ് ഡോസ് നോട്ട് ഹാവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ ഇതൊക്കെ. ഡോസ് നോട്ട് ഹാവ് ഫ്രീ റണ്ണിംഗ് പീരിയഡ്. വൈൽ കൺസിഡറിംഗ് ദ ട്രെയിൻ മൂവ്മെന്റ് ക്രസ്റ്റ് സ്പീഡ് ഇസ് ഡിഫൈൻഡ് ആസ് ദ മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ബൈ ദ ട്രെയിൻ ഡ്യൂറിംഗ് ദ റൺ അല്ലേ. സോ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടേതായ എന്താണ് ആൻസേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആർ ഹീറ്റഡ് അപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്. ആൻസർ ഇസ് ഹിസ്റ്റെറിസിസ് ലോസ്. ഡ്യൂറിംഗ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഓഫ് ഇലക്ട്രിക് മോട്ടോഴ്സ് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഇലക്ട്രിക് മോട്ടോറിന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി മെയ്ഡ് ടു വർക്ക് ആസ് എ ജനറേറ്റർ ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് മോഡിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ. ദി അഡ്വാൻറ്റേജ് ഓഫ് കൊറോണ എഫക്ട് ഇൻ ട്രാൻസ്മിഷൻ ലൈനിലെ കൊറോണയുടെ അഡ്വാൻറ്റേജ് എന്താണ്? സർജ്. കൊറോണ കാരണം സർജിനെ നമുക്ക് ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ 10 ആൻസർ ഇസ് ഓപ്ഷൻ എ.
The sag in a transmission line is least affected by എന്നാണ്, which is going to affect the sag in a least manner. Answer current. നമുക്കറിയാം സാഗ് എന്ന് പറയുന്നത് WL²/80 ആണ്. അതിനകത്ത് എന്താണ്, കറണ്ടിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Question number 12. An interconnector between the two generating station facilitates to. എന്താണ്, ഇന്റർകണക്ടർ ഉണ്ടെങ്കിൽ it helps them to run in parallel. ഇന്റർകണക്ടറിന്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് പാരലൽ ഓപ്പറേഷൻ വളരെ ഈസി ആയിട്ട് നടത്താൻ സാധിക്കും. ഓക്കെ, ശരി. ദ സ്ട്രിംഗ് എഫിഷ്യൻസി ഓഫ് എ സസ്പെൻഷൻ ടൈപ്പ് ഇൻസുലേറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ലോങ്ങർ ക്രോസ് ആം യൂസ് ചെയ്യുക, ഗാർഡറിംഗ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഒരുപാട് ആൻസേഴ്സ് ഉണ്ട്. സോ യൂസിങ് ലോങ്ങർ ക്രോസ് ആംസും കറക്റ്റ് ആൻസർ ആണ്, പ്രൊവൈഡിങ് ഗാർഡറിംഗും കറക്റ്റ് ആൻസർ ആണ്. സോ ബെസ്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എന്താണ്, എ ആൻഡ് ബി. യൂസിങ് ഐഡന്റിക്കൽ ഇൻസുലേറ്റർ അത്രയ്ക്ക് നല്ലൊരു ഓപ്ഷൻ അല്ല അല്ലേ? ശരി. 14th answer. Volume of the copper required for an AC transmission line is inversely proportional to. Answer is option D. എന്താണ്, പവർ ഫാക്ടർ. കാരണം പവർ ഫാക്ടർ കൂടുന്നതനുസരിച്ച് വോളിയം നമുക്ക് കുറയ്ക്കാം. പവർ ഫാക്ടർ കൂടുന്നതനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് ഓഫ് കറണ്ട് നമുക്ക് കുറയ്ക്കാം. സോ സെയിം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് വോളിയം കുറച്ച് മതി. Question number 15. Sheath are used in underground cables. എന്ത് പർപ്പസിനാണ് നമ്മൾ ഷീത്ത് യൂസ് ചെയ്യുന്നത്? It is used to protect from moisture and gases. Ingress of moistureനെയും ഗ്യാസസിനെയും പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ലെഡ് ഷീത്ത് മെയിൻലി അണ്ടർഗ്രൗണ്ട് കേബിളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 15th ആൻസർ എന്തായിരുന്നു? 15th ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്ട് ഫ്രം മോയ്സ്ചർ ആൻഡ് ഗ്യാസസ് അല്ലേ? Question number 16. Which of the following expressions depicts the diversity factor? Which of the following expressions depicts the diversity factor? So diversity factor എന്താണ് കാണിക്കുന്നത്? Diversity factor എന്ന് പറയുന്നത് എന്താണ്? Individual diversity factor is defined as the sum of individual maximum demand to maximum demand on the station അല്ലേ? So answer is option C. Answer എന്താണ്? Answer is option C. 17. Which of the following is not a non-conventional energy source? Answer എന്ന് പറയുന്നത് fuel cell ആണ്. Which of the following method is an electrical storage method of solar energy? Answer എന്ന് പറയുന്നത് flywheel storage എന്ന് പറയുന്നതാണ്. It is a method of electrical storage in a solar energy. Okay. Impedance relay is used for the protection of. Impedance relay എന്ന് പറയുന്നത് it is used for the protection of എന്താണ്? Medium transmission line. Okay. It is used for the protection of medium transmission line. On which of the following effect of electric current a fuse operate? എന്ത് എഫക്റ്റിലായിരിക്കും? It operates on the heating effect. Okay. So fuse is operating on the heating effect. Which of the following circuit breakers are most suitable for voltages up to 765 kilovolt? എന്താണ്? SF6 circuit breakers. Next, which of the following statements are true about the resistance of a material? Resistance of a material എന്തായിരിക്കും നമ്മുടെ correct answer എന്ന് പറയുന്നത്? So question എന്താണ്? Which of the following statements are true about the resistance of a material? So correct answer എന്ന് പറയുന്നത് it depends upon the temperature of the material. Okay, so answer is option D. It depends upon the temperature of the material. ബാക്കി ഓപ്ഷൻസ് എല്ലാം wrong ആണ്. Which of the following is not a good conductor of electricity? ഏതാണ് good conductor of electricity അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും നമ്മുടെ ആൻസർ? പ്യുവർ മിനറൽ ഓയിൽ. ഓക്കെ, ശരി. The SI unit of electrical conductivity നമുക്കറിയാം, it is Siemens per meter. Siemens per meter ആണ് SI unit of electrical conductivity. Two wires A and B have the same cross section and are made up of the same material. So നമുക്കറിയാം റിലേഷൻഷിപ്പ് R equal to rho L by A ആണ്. സോ ആ ഒരു റേഷ്യോ വെച്ച് നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഓഫ് A as compared to resistance of B എന്ന് പറയുന്നത് ആൻസർ is option A 3. If two identical 4 ampere 2 ohm Norton equivalent circuits are connected in parallel with like polarity to be like and it's combined in the, അതായത് രണ്ട് നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ഞാൻ കമ്പൈൻ ചെയ്യാണ് such that the combination is such that എന്താണ് ലൈക്ക് പൊളാരിറ്റീസ് കണക്ട് ചെയ്യുന്നതാണ്. So current in the magnitude double ആവും, at the same time resistance in the magnitude half ആവും. So it is option C. Superposition theorem is essentially based on the concept of, എന്താണ് superposition theorem? Based on the concept of linearity. Option B. 1 kilowatt hour of electric energy is equal to 860 kilocalories. Okay. So നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആൻസർ കിട്ടുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? 28th answer is option D.
Two similar electric charges of 1 coulomb each are placed 1 meter apart in air. അങ്ങനെയാണെങ്കിൽ force of repulsion between them എന്താണ്? It is 1 by 4 pi epsilon 0 into q1 q2 by r square അല്ലേ? That is 9 into 10 to the power 9. Answer is option B. Okay. ശരി. If a dielectric slab of thickness 6 mm and epsilon r is inserted in series between the plates of an air capacitor with plate separation 8 mm. സോ ഇനിഷ്യലി ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു, ആ പ്ലേറ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് 8 mm ആയിരുന്നു. അതിനുശേഷം ഞാനൊരു ഡയലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ സ്ലാബിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 6 mm ആണ്. സോ ടോട്ടലി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 2 കപ്പാസിറ്റർ ഇപ്പോൾ സീരീസ് ആയിട്ട് കണക്റ്റഡ് ആയി. സോ ആസ് എ റിസൾട്ട് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിന്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ആൻസർ എന്താണ്? ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, കാരണം 2 കപ്പാസിറ്ററും ഇപ്പം പഴയ കപ്പാസിറ്ററിന്റെ വാല്യൂവിനേക്കാളും ഡിഫറൻ്റ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സിനും ഡിഫറൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം 2 പ്ലേറ്റിനിടയ്ക്ക് നമ്മളൊരു ഒരു ഡയലക്ട്രിക് സ്ലാബും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ശരി, ഇൻക്രീസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, എ കപ്പാസിറ്റർ ദാറ്റ് സ്റ്റോർസ് എ ചാർജ് ഓഫ് 0.2 coulomb അറ്റ് 10 volt ഹാസ് എ കപ്പാസിറ്റൻസ് വാല്യൂ ഓഫ്. സോ നമുക്കറിയാം കപ്പാസിറ്ററിന്റെ ബേസിക് ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? കപ്പാസിറ്ററിന്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? Q is equal to CV. Q is equal to CV. സോ അവിടെ നിന്ന് നമുക്ക് C കാൽക്കുലേറ്റ് ചെയ്യാം. Q is equal to CV ആണ്. C is equal to Q divided by V. So answer will be option B, 0.02 farad. Permeability in a magnetic circuit corresponds to എന്താണ്? Permeability in a magnetic circuit is corresponding to conductivity in an electric circuit. So answer is option C. Okay. The lifting power of a magnet depends upon the lifting power of a magnet എന്ന് പറയുന്നത് it is actually b square by 2 mu 0. സോ നമുക്ക് പറയാം ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോൾ ഏരിയ ഓഫ് ദി ഇലക്ട്രോമാഗ്നറ്റ് എന്നും കൂടെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ലിഫ്റ്റിംഗ് പവർ ഓഫ് എ മാഗ്നറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോൾ ഏരിയയുമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. കാരണം ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. സോ നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ നമുക്ക് ബോത്ത് ഓപ്ഷൻ എ ആൻഡ് ബി ആയിട്ട് കൊടുക്കാം. ഓക്കെ, സോ 33 ആൻസർ എന്താവുന്നു? 33 ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ബോത്ത് എ ആൻഡ് ബി. Which of the following instrument are equally accurate on DC as well as AC circuit? So correct answer എന്ന് പറയുന്നത് it is dynamometer type wattmeter. It is having a same accuracy on DC as well as AC circuits. Okay, so answer is option A. Next to 35, induction type whatever meters are free from. Answer is temperature error. Okay, answer is temperature error. The RMS value of a half wave rectified circuit എന്ന് പറയുന്നത് 5 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഫുൾ വേവ് റെക്ടിഫിക്കേഷന്റെ RMS വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ എന്ന് പറയുന്നത് 10 divided by √2 ആംപിയർ എന്ന് വരും. ഓക്കെ, സോ നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 10 divided by √2. ഓക്കെ, RMS വാല്യൂ എന്ന് പറഞ്ഞാൽ 5 ആണ്. ആക്ച്വലി ദാറ്റ് ഈസ് മാക്സിമം ബൈ 2. മാക്സിമം ബൈ √2 ആണ് ആക്ച്വലി ഫുൾ വേവ് റെക്ടിഫിക്കേഷന്റെ RMS വാല്യൂ. ഓക്കെ, സോ മാക്സിമം ബൈ 2. സോ മാക്സിമം ഇൻറ്റു 2 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ റാഷണലൈസ് ചെയ്താൽ 10 divided by √2 എന്ന് കിട്ടും. A DC series motor is running at rated speed. If the field winding is short circuited, എന്താണ്? ഫീൽഡ് വൈൻഡിങ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലക്സ് വിൽ ബി വെരി സെയിം ഇൻസ്റ്റന്റിൽ ഫ്ലക്സ് വിൽ ബി 0. സോ ഇറ്റ് വിൽ റൺ അറ്റ് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ് n proportional to EV divided by 5. ഓക്കെ, ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ് ഫ്ലക്സ് ഡിവൈസ് ആണ്, ഒരു ഫേസ് ഷിഫ്റ്റിംഗ് ഡിവൈസ് ആണ്. ട്രാൻസ്ഫോമർ ഇസ് ഓൾസോ യൂസ്ഡ് ഇൻ ദ നെഗറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. എന്താണ് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോവ്. ശരി, വിച്ച് വൈൻഡിങ് സ്ട്രക്ചർ റിക്വയർ മോർ ഇൻസുലേഷൻ? ഏത് വൈൻഡിങ് സ്ട്രക്ചറിനാണ് കൂടുതൽ ഇൻസുലേഷൻ വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? വിച്ച് വൈൻഡിങ് സ്ട്രക്ചർ ഇസ് റിക്വയറിംഗ് മോർ ഇൻസുലേഷൻ? ആൻസർ ഡി വരില്ലേന്ന് അല്ലേ? 37 ആൻസർ ഡി വരില്ലേന്ന്. 37 ക്വസ്റ്റ്യൻ എന്താണ്? DC series motor is running at rated speed. If the field winding is short circuited, then the motor will actually stop ചെയ്യത്തില്ല. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാൻ ഉള്ളൊരു, അതായത് സ്റ്റോപ്പിംഗ് മീൻസ് ഇറ്റ് വിൽ സ്ലോ ദ സ്പീഡ് എന്നാണ് അതിന്റെ മീനിങ് അല്ലേ? സോ സ്റ്റോപ്പിംഗ് എന്ന് പറയുന്ന നല്ലൊരു ആൻസർ അല്ല. റൺ അറ്റ് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ് കറക്റ്റ് ആണ്. ഓക്കെ, ഇറ്റ് വിൽ റൺ അറ്റ് ഡേഞ്ചറസ്ലി ഹൈ സ്പീഡ്. ഓക്കെ, സോ നമുക്ക് ഡാമേജ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഷാഫ്റ്റിനൊക്കെ ഡാമേജ് വരാനുള്ള ഒരു ചാൻസ് വരുന്നുമുണ്ട്. ഓക്കെ, സോ പക്ഷേ ബെസ്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ,
ഓക്കെ, വിച്ച് വൈൻഡിങ് സ്ട്രക്ചർ റിക്വയർസ് മോർ ഇൻസുലേഷൻ എന്നുള്ളതാണ്. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഓക്കെ, ശരി. വിച്ച് വൈൻഡിങ് സ്ട്രക്ചർ റിക്വയർസ് മോർ ഇൻസുലേഷൻ. സോ അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. സാൻഡ്വിച്ച് അല്ലേ, സാൻഡ്വിച്ച് ആവാനാണ് കൂടുതൽ ചാൻസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. നമുക്ക് നോക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് ദ ലോഡ് പവർ ഫാക്ടർ ഓഫ് എ ട്രാൻസ്ഫോമർ ഇസ് 0.85 ലാഗിങ്, അങ്ങനെയാണെങ്കിൽ പ്രൈമറി പവർ ഫാക്ടർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ലോഡ് പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.85 ലാഗിങ് ആണ് അല്ലേ. സോ ലോഡ് കറണ്ടിന്റെ കൂടെ തന്നെ നമുക്ക് ഇനി മാഗ്നറ്റൈസിങ് കറണ്ടും കൂടെ ഡ്രോ ചെയ്യുമ്പോഴാണ് പ്രൈമറിയിലേക്ക് വരുന്നത്. ഓക്കെ, സോ പ്രൈമറിയിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്, ദ പവർ ഫാക്ടർ വിൽ ബി സ്റ്റിൽ ലോവർ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 0.8 ലാഗിങ് ആയിരിക്കും നമ്മളുടെ ആൻസർ. ഓക്കെ, ദ റേഷ്യോ എറർ ഓഫ് എ കറണ്ട് ട്രാൻസ്ഫോമർ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ. കറണ്ട് ട്രാൻസ്ഫോമറിന്റെ എറർ എന്ന് പറയുന്ന എക്സൈറ്റേഷൻ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ ടൈപ്പ് ഓഫ് ദ ട്രാൻസ്ഫോമർ യൂസ്ഡ് ഓൺ ദ സെക്കൻഡറി അതാണ് മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത്. സ്ക്യൂയിങ് ഓഫ് സ്ക്വിറൽ ഗേജ് റോട്ടോർ ബാർസ് ഡസ് നോട്ട് എലിമിനേറ്റ്. എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എലിമിനേറ്റ് ക്രോളിംഗ്. നമ്മൾ കോഗിങ് പ്രിവെന്റ് ചെയ്യാനാണ് മെയിൻലി നമ്മൾ സ്ക്യൂ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Slip ring induction motor has excitation current dash full load power factor as compared to squirrel cage. അതായത് എക്സൈറ്റേഷൻ കറണ്ടിന്റെയും അറ്റ് ദ സെയിം ടൈം പവർ ഫാക്ടറിന്റെയും കണ്ടീഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 43ന്റെ ആൻസർ. സോ 43ന്റെ ആൻസർ എക്സൈറ്റേഷൻ കറണ്ടും ഹൈ ആയിരിക്കും, അറ്റ് ദ സെയിം ടൈം പവർ ഫാക്ടറും ഹൈ ആയിരിക്കും വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ squirrel cage induction motor. The supply voltage to an induction motor is 192 volt instead of 240 volt. അങ്ങനെയാണെങ്കിൽ determine the reduction in the starting current as a percentage. Okay, determine the reduction in the starting current as a percentage. So ശ്രദ്ധിക്കുക, സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 192 ഡിവൈഡഡ് ബൈ 240 ആണ് റിഡക്ഷൻ ഇൻ ദ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, 192 ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എന്താണ്, ഓൾമോസ്റ്റ് 4/5 ആണ്. സോ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ട് തന്നെയായിരിക്കും കറണ്ടും. കറണ്ട് ഐ ഇസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എന്താണ്, ടോട്ടൽ ഇംപീഡൻസ് ആണ്. സോ ടോട്ടൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 1/5 ആണ്. സോ അതുകൊണ്ട് തന്നെ പെർസെന്റേജ് റിഡക്ഷൻ ഇൻ ദ സ്റ്റാർട്ടിംഗ് കറണ്ട് വിൽ ബി 20%. അതായത് ഓക്കെ, 20 ആണ് കറക്റ്റ് ആൻസർ. ശരി. Two identical alternators each are rated for 25 MVA 11 kV having a subtransient reactance of 10 ohm 10% connected in parallel. രണ്ട് ഐഡന്റിക്കൽ ഓൾട്ടർനേറ്റേഴ്സ് ആണ്, 25 MVA, രണ്ടെണ്ണം പാരലൽ ആയിട്ടാണ്. സബ്ട്രാൻസിയന്റ് റിയാക്ടൻസ് 10% ആണ്. സോ അതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ 10 പാരലൽ 10 5% എന്ന് വരും. സോ 1/0.05 into 25 ആണ് നിങ്ങളുടെ ആൻസർ. സോ ആൻസർ ഇസ് ഗോയിങ് ടു ബി 500 MVA. കറക്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. In synchronous generator, ratio of the short circuit current to open circuit current is called synchronous admittance. അല്ലേ? കാരണം ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ടു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, ഇറ്റ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് സിങ്കർണസ് ഇംപിഡൻസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. A synchronous motor is said to be overexcited when it is operated at a power factor. എപ്പോഴാണ് ഇത് ഓവർ എക്സൈറ്റഡ് ആവുന്നത്? സിങ്കർണസ് മോട്ടർ ആണെങ്കിൽ when it is working at leading power factor. ഓക്കെ, സിങ്കർണസ് മോട്ടോറോ ലീഡിംഗ് പവർ ഫാക്ടർ ആകുമ്പോഴാണ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് എന്താണ്, ഓവർ എക്സൈറ്റഡ് ആയിട്ട് മാറുന്നത്. റിലക്ടൻസ് മോട്ടോർ ഇസ് ബേസിക്കലി സിംഗിൾ ഫേസ് സിങ്കർണസ് മോട്ടോർ. കാരണം സിങ്കർണസ് റൺ ചെയ്യാൻ there is a reluctance torque that is developed in the motor due to salient pole nature of the rotor. So answer is option D. The step angle of a stepper motor is 5 degree. If the stepping frequency is 3600 pulses per second, അങ്ങനെയാണെങ്കിൽ ഷാഫ്റ്റ് സ്പീഡ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. സ്റ്റെപ്പ് ആംഗിൾ ഡെൽറ്റ തീറ്റ ഇസ് പ്രൊവൈഡഡ്, സ്റ്റെപ്പിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് പൾസസ് പെർ സെക്കൻഡ്. സോ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡഡ് ബൈ 360 വിൽ ഗീവ് യു ദ എന്താണ്, ഷാഫ്റ്റ് സ്പീഡ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ 50 RPS. Deflection torque in a measuring instrument, it is actually opposing the controlling torque. Answer is option A. Due to the phase error, energy meter will read. Phase error കാരണം എനർജി മീറ്റർ റിയാക്റ്റീവ് പവറും കൂടെ എന്താണ് അതിന്റെ കൂട്ടത്തിൽ റീഡ് ചെയ്ത് വരും. The scale of the ammeter is uniform. ഏത് മീറ്ററിലായിരിക്കും? PMMC type of മീറ്ററിലായിരിക്കും. Okay. Scale of an ammeter is uniform in PMMC type of meter. Which of the following bridge is used for the measurement of dielectric loss? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ഏത് ബ്രിഡ്ജ് ആയിരിക്കും ഡയലക്ട്രിക് ലോസിന് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഏതായിരിക്കും? നിങ്ങൾ തന്നെ ആൻസർ ചെയ്തോളൂ.
ഷെറിങ്സ് ബ്രിഡ്ജ് കറക്റ്റ് ആണ്. ഷെറിങ്സ് ബ്രിഡ്ജ് ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡീസോർട്ടീസ് ബ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കപ്പാസിറ്റർ ആണ് ഡീസോർട്ടീസ് ബ്രിഡ്ജിൽ നമ്മൾ എടുക്കുന്നത് എങ്കിൽ പോലും എന്താണ് ഇംപെർഫെക്റ്റ് കപ്പാസിറ്റർ ഡീസോർട്ടീസ് ബ്രിഡ്ജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ ആൻസർ ഈസ് ഷെറിങ്സ് ബ്രിഡ്ജ്. In 2 wattmeter method of power measurement, one of the wattmeter shows negative reading when the load power factor is. So, in 2 wattmeter method of power measurement, one wattmeter negative angle, it should be greater than 60 degree. 50th question, C varille A and B. Damping torque ne opposite cheyanamennu nirbandhamilla. Okay, so damping torque ennu parnu kayinal opposite cheyum at the same time. See, damping torque ennu parna controlling torque mean deflecting torque ne opposite cheyum support cheyum. Anganeyana adine damp out cheyidu povunnathu. Okay, so best answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ തന്നെയാണ്. 54 ആൻസർ. ഇൻ 2 wattmeter മെത്തേഡ് ഓഫ് പവർ മെഷർമെന്റ് വൺ ഓഫ് ദ വാട്ട്മീറ്റർ ഷോസ് നെഗറ്റീവ് റീഡിംഗ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഷുഡ് ബി ഡെഫിനറ്റ്ലി ഗ്രേറ്റർ ദാൻ 3 degree. ഓക്കെ, ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യാനാണ്. രണ്ട് കാര്യങ്ങൾ നിങ്ങളെടുത്ത് പറയാനാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ എക്സാമിന്റെ കട്ട് ഓഫിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്ന് ഫുൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സെഷൻ ലീവ് ചെയ്ത് പോയത് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് ഫുൾ ഡിസ്കഷനിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിന് മുന്നേ നിങ്ങളെടുത്ത് പറയാനുള്ളത് ഈ എക്സാമിന്റെ കട്ട് ഓഫിനെ കുറിച്ചാണ്. ഈ എക്സാമിന്റെ കട്ട് ഓഫ് പലരും പറയുന്നുണ്ട് 75+ ഒക്കെയാണ് പ്രഡിക്ട് ചെയ്യുന്നത്. അതൊന്നും ഒരിക്കലും വരാൻ പോകുന്ന കാര്യമല്ല. അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേ വേണ്ട. നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കട്ട് ഓഫ്, അതായത് നിങ്ങൾ മനസ്സിലാക്കണം, ഈ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 1000+ ആളുകൾ, ഏറ്റവും ചുരുങ്ങിയത് ഒരു 1500 ആളുകളെങ്കിലും വരാൻ പോകുന്ന ഒരു ലിസ്റ്റ് ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ KSEB സബ് എഞ്ചിനീയർ എക്സാമിന് വേണ്ടി വരാൻ പോകുന്നത്. കാരണം മെയിൻ ലിസ്റ്റും അതേപോലെ തന്നെ സപ്ലിമെന്ററി ലിസ്റ്റും ഒക്കെ വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കോൺഫിഡൻസ് ഒട്ടും ലൂസ് ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കട്ട് ഓഫ് എന്ന് പറയുന്നത്, ഞാനിത് ഡാറ്റ കംപ്ലീറ്റ് എടുത്തതിന് ശേഷം പറയുന്നതല്ല, ടീച്ചേഴ്സിന്റെ ഇടയിൽ നിന്നുള്ള ഒരു ഡിസ്കഷന്റെ ബേസിൽ ഞാൻ പറയാണ്, ഒരു 55 to 65 വരെയൊക്കെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട്. ഞാനത് പറയാൻ കാരണം, ഒരു 60+ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി മോഡറേറ്റ്ലി കുറച്ച് ഈസി ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നെങ്കിൽ, സെക്കൻഡ് പാർട്ടിലേക്ക് നിങ്ങൾ പോയ സമയത്ത് അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് നിങ്ങൾ പോയ സമയത്ത് ക്വസ്റ്റ്യൻസുകളുടെ ഓപ്ഷൻസ് ഒക്കെ ഓക്കെ, വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ. നമ്മളൊരു ക്യാപ്സ്യൂൾ ഫോർമാറ്റിൽ ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാത്ത, എന്നാൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ചില ഓപ്ഷൻസുകൾ ആഡ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് പേർക്കെങ്കിലും കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടാവും. അതിന്റെ ഒക്കെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളത് ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് പോയിട്ടുള്ള ആളുകൾക്ക്, അതായത് ലോങ് ടേമിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയുന്നത്, നമ്മുടെ KSEBയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയാണ് ഇനി വരാനിരിക്കുന്നത്. ഈ പരീക്ഷയിൽ നിങ്ങൾ ഒരുപാട് ആളുകൾ ക്ലിയർ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയുള്ള ദിവസങ്ങൾ ഇതോടുകൂടി കഴിഞ്ഞു, സബ് എഞ്ചിനീയർ എക്സാം കഴിഞ്ഞു, ഇനി നമ്മൾ PSC എക്സാമിനെ കുറിച്ച് ഫോക്കസ് ചെയ്യുന്നില്ല എന്ന ആ ഒരു തോട്ട് പ്രോസസ്സ് മാറ്റി വെച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയ്ക്ക് വേണ്ടി ഫ്രം ദ ബേസ് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. പ്രത്യേകം ശ്രദ്ധിക്കുക, എൻട്രി ആപ്പിൽ ഇതിന്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബോർഡിൽ എടുത്തിട്ടുള്ള പുതിയ കണ്ടന്റ്, ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കറിയാം, മാർച്ച് കഴിഞ്ഞാൽ പുതിയ സാമ്പത്തിക വർഷമാണ്, എല്ലാ മേഖലയിലും ടാക്സ് ഒക്കെ വർദ്ധിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഫറാണ് ഇപ്പൊ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മളൊരു ഫാമിലിയായി നമ്മൾ എല്ലാവരും ഒരുപാട് ആളുകൾ വന്നിട്ടുള്ള ഒരു സെഷൻസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്, നമ്മുടെ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജ്, അതേപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്, ഈ 3 കോഴ്സുകളും 50% പ്രൈസ് ഡ്രോപ്പോട് കൂടി നിങ്ങൾക്ക് ലഭിക്കാനുള്ള അവസരമാണ് ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് താഴെ കൂടി സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് തീർച്ചയായിട്ടും അടുത്ത മാസമൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഫെബ്രുവരിയുടെ മുന്നേ ആയിട്ട് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ 50% പ്രൈസ് ഡ്രോപ്പോട് കൂടി കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുക. അതിന് ശേഷമുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കോഴ്സിന്റെ പ്രൈസ് കൂടും. മാത്രമല്ല, ലാസ്റ്റ് ടൈം പ്രിപ്പറേഷന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ സെക്കൻഡ് പാർട്ടിലായിരിക്കും നമുക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടുക. അപ്പോൾ സെക്കൻഡ് പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് അരവിന്ദ് സാർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. ഞാൻ നിങ്ങളുടെ ആ ഒരു ഇതിനിടയ്ക്കുള്ള ഒരു ബ്രേക്ക് ഇത് നമ്മൾ ചെയ്യുന്നില്ല, അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സെഷൻ കണ്ടിന്യൂ ചെയ്യാണ്. മൂവിങ് ഓൺ ടു അരവിന്ദ് സാർ.
AX ഒറ്റ കാര്യോടി എക്സാം എപ്പോ ആയിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബിലി ഒരു 6 മാസത്തിനുള്ളിൽ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. 6 മാസത്തിനുള്ളിൽ നമുക്ക് തീർച്ചയായിട്ടും എക്സാം, ഇനി അധിക സമയമൊന്നും ഉണ്ടാവില്ല. അതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. അറിയാം സാർ, കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം എല്ലാവരും മാർക്കുകൾ കമന്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്കുകൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിൽ നമ്മൾ വീഡിയോ ആയിട്ട് ലാസ്റ്റ് ഫൈനൽ കട്ട് ഓഫ് നമുക്ക് ഏതാണ്ട് അതിനോട് ചേർന്നൊരു കട്ട് ഓഫ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാം. ഇപ്പോഴത്തെ നിലവിലെ പ്രതീക്ഷ 55-ന്റെയും 65-ന്റെയും ഇടയ്ക്ക്. ദാറ്റ്സ് ഓൾ. ഓക്കെ സാർ, താങ്ക് യു. സോ സാർ പറഞ്ഞതുപോലെ എല്ലാവരും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് അയക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇവാലുവേഷനും വളരെ സഹായകരമാകും. ഓക്കെ, സോ നമുക്കെന്നാൽ കണ്ടിന്യൂ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കറക്റ്റ് ആണ്, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൺഫ്യൂസിംഗ് ആണ്, പ്രത്യേകിച്ച് കുറച്ച് മുന്നേ പറഞ്ഞ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ നമുക്ക് നോക്കാം, നമുക്ക് ഫൈനൽ കീ ഇന്ന് തന്നെ വരുമെന്ന് വിചാരിക്കാം. സോ കേരള PSC ഇടാൻ ചാൻസ് ഉള്ള മെയിൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 3600 ജൂൾസ് അല്ലേ? 3.6 into 10 to the power 6 ജൂൾസ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എയിം is are not going to stop study. വെരി ഗുഡ്. കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡിൽ എടുത്തു വെച്ച് വേണം നമ്മൾ എയിനെ പറ്റിയുള്ള ഡിസ്കഷൻ ഒക്കെ ചെയ്യാൻ. ഓക്കെ, സോ അതിനെപ്പറ്റി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 55, എ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ എ 10 ohm റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ. ഒരു കറണ്ടിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ദിസ് കറണ്ട് ഈസ് മെഷർഡ് ബൈ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ മീറ്റർ. സോ PMMC മീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കറണ്ട് ആയി നമുക്ക് തന്നിട്ടുണ്ട്. ഇതിനകത്ത് DC-യും AC-യും വരുന്നുണ്ട്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ അല്ലേ? ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. എന്താണ്? 4 ആംപിയർ. Voltages V1 and V2 are connected to XY terminals of a CRO. So voltage V1 and V2 CRO ന്റെ XY ടെർമിനൽസിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷേപ്പ് ഓഫ് ദ ഫിഗേഴ്സ് സീൻ ഓൺ ദ CRO. അവിടെ എന്താണ്? ലിസജേഴ്സ് പാറ്റേൺ ആണ് വരുന്നത് അല്ലേ? അവിടെ നമുക്ക് ലിസജേഴ്സ് പാറ്റേൺ ആണ് വരുന്നത്. ഫ്രീക്വൻസി സെയിം ആണ്, ഫേസ് ഷിഫ്റ്റും സെയിം ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്. വെരി ഗുഡ്. ഇൻ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ the oscillator frequency is 500 kilohertz. The ramp voltage falls from 8 volt to V എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി ഇൻകംപ്ലീറ്റ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യന്റെ കാറ്റഗറിയിലേക്ക് പെടുത്താം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്ത് കളയുന്നതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് ആർ യൂസ്ഡ് ഫോർ മെഷറിംഗ് എന്താണെന്നാണ്. ആക്ച്വലി ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസർ മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാം. കറണ്ട് മെഷർമെന്റ് ഈസ് ഓൾസോ പോസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹോൾ എഫക്ട് ട്രാൻസ്ഡ്യൂസർ. കാരണം ഒരു ബി കൊടുക്കുന്നു, നമ്മളൊരു ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അതാണ് ഹോൾ എഫക്ട് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ആ വോൾട്ടേജിനെ മെഷർ ചെയ്താൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ മെഷർ ചെയ്യാമെന്നാണ്. പക്ഷേ നമുക്ക് എന്താണ്? ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ടിനെ മെഷർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു പോയിന്റ്. സോ ഈ ക്വസ്റ്റ്യൻ ഒരു ക്യാൻസൽ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നു. മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാൻ നിങ്ങൾ പറയുന്ന കറക്റ്റ് ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് കറണ്ട് മെഷർ ചെയ്യണമെങ്കിൽ മെഷർ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അതായത് നോൺ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തിട്ട് ഞാനൊരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റയിൽ നിന്നും എനിക്ക് കറണ്ടും മെഷർ ചെയ്യാം. സോ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിക്ക് കറണ്ട് മെഷർമെന്റും വരും. ഓക്കെ, സോ 50th ക്വസ്റ്റ്യൻ ക്യാൻസലേഷന്റെ ഫോമിലാണ് വിടുന്നത്. As per the ISI recommendation, the number of outlet permitted in a power circuit. എന്താണ്? ആൻസർ ഇസ് 2. 2 പോയിന്റ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. The SI unit of luminance is candela per meter square. A source of light 1000 candela situated at 5 meter above the working surface. So direct question ആണ്. എന്താണ്? 1000 divided by 5 square 25. So 1000 divided by 25 എന്ന് പറയുമ്പോൾ ആൻസർ should be 40. Next 62. 62 എന്താണ്? The fluorescent tube can be operated on. Fluorescent ട്യൂബിനെ AC-യിൽ DC-യിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ? DC-യിൽ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് സീരീസ് ആയിട്ട് റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ആൻഡ് പോളിവിനൈൽ ക്ലോറൈഡ് ഇൻസുലേറ്റഡ് വയർസ് ആർ യൂസ്ഡ് ആസ് കണ്ടക്ടർ എന്നാണ്. സോ ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിക്സ് ചെയ്ത കണ്ടക്ടർ തന്നെയാണ് നമ്മൾ മെജോറിറ്റി ഓഫ് ദ വയറിംഗിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, 63ന്റെ ആൻസർ ആണ് നിങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇത് ഡൗട്ടായി. ശരിയാണ്, ഡൗട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് വയറിംഗ് വൾക്കനൈസ്ഡ് ഇന്ത്യൻ റബ്ബർ ആൻഡ് PVC ഇൻസുലേറ്റഡ് വയേഴ്സ് ആർ യൂസ്ഡ് ആസ് കണ്ടക്ടർ എന്നാണ്. സോ മിക്ക കണ്ടക്ടേഴ്സിനകത്ത് ആക്ച്വലി എന്താണ് PVC-യും VAR-ഉം കൂടെ മിക്സ് ചെയ്ത് വരുന്നത് തന്നെയാണ്. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ കാറ്റഗറിയിൽ പെടുത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് 64th ക്വസ്റ്റ്യൻ. The loop wire
the loop earth wire shall be of size lesser than എന്നാണ് question. Okay. The loop earth wire shall be of size lesser than. Actually not lesser than ആയിരുന്നു നല്ലൊരു question അല്ലേ. Shall be of size lesser than എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സൈസ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, സൈസ് ഗ്രേറ്റർ ദാൻ എന്ന് പറയാം. SWന്റെ സൈസിലാണെങ്കിൽ നമുക്ക് 14 SWജിനേക്കാളും വലിയ സൈസാണ് 12. സോ അങ്ങനെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ അതിനകത്ത് എന്താണ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ട്ഫുൾ ക്വസ്റ്റ്യൻ ആണ്, ഇൻകംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ശരിയാണ്. നമുക്ക് ഇതിനെ എന്താണ് ക്യാൻസലേഷന്റെ രൂപത്തിൽ കൊടുക്കാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. What is the maximum length of flexible conduit in the motor installation? Actually, it is lesser than 1.25 meter. പിന്നെ 14 SWG കൊടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം. കാരണം 14 SWG ഷാൾ നോട്ട് ബി ഓഫ് സൈസ് ലെസർ ദാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാമായിരുന്നു. അല്ലെങ്കിൽ എർത്ത് ലീഡിന്റെ കാര്യം ചോദിച്ചെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു. പക്ഷെ ഇത് വളരെ ഒരു ആക്ച്വലി ഇതൊരു പ്രിന്റിംഗ് എറർ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ 64th ക്വസ്റ്റ്യൻ നമുക്ക് ക്യാൻസൽ ചെയ്യിപ്പിക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ. The armature resistance of a 4-pole wave wound DC machine is 0.08 ohm. The armature is rewound as a lap wound. What is the armature resistance? Answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി വരെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.02 ohms എന്നുള്ളൊരു രീതിക്ക് വരും. ഓക്കെ, in a 3-point starter, the overload release coil operate if the current increases beyond set limit in the armature. Overload release coil എന്ന് പറഞ്ഞാൽ ആർമേച്ചറിന് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. സോ ആൻസർ is ഓപ്ഷൻ ബി. What is shape of armature flux in DC machine due to armature reaction? Answer is option D, triangular. Okay, answer is option D, triangular. Next to 69. Okay, the emitter of a transistor is generally heavily doped because എന്ത് പർപ്പസിനാണ്? കാരണം എമിറ്റർ എന്ന് പറയുന്നതാണ് എമിറ്റർ ഓഫ് ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ എന്തായിരിക്കണം? It has to supply more charge carriers. Emitter of a charge carrier, it has to supply more charge carriers. Okay. Sure. Ripple frequency of a output wave from the ripple frequency of the output waveform of a full wave rectifier with when fed with 50 hertz. 50 hertz signal കൊണ്ട് ഞാനൊരു full wave rectifier construct ചെയ്ത് കഴിഞ്ഞാൽ ripple frequency is going to be 100 hertz. Armature of triangular അല്ലേ? Triangular തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തത് അല്ലേ? അതെ, triangular തന്നെയാണ്. Okay. A Zener diode, when used in voltage stabilization circuit, it is biased in. Zener diode നമ്മൾ എന്താണ് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. കാരണം വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ദ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ കണ്ടീഷൻ. നെക്സ്റ്റ് IC 7905. 7905 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ IC വോൾട്ടേജ് റെഗുലേറ്റർ. 79 സീരീസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വോൾട്ടേജ് കാഴ്ചവെക്കും. 05 ഇൻഡിക്കേറ്റ്സ് വോൾട്ടേജ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഒരു ചെറിയൊരു ഡൗട്ട് വന്നിട്ടുണ്ട്. ഷേപ്പ് ഓഫ് ദ ആർമേച്ചർ ഫ്ലക്സ് ഇൻ DC മെഷീൻ ഡ്യൂ ടു ആർമേച്ചർ റിയാക്ഷൻ എന്നാണ്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. 73rd question. A voltage that shift a waveform to a different DC level without changing the appearance of the applied signal. എന്തായിരിക്കും? The answer is going to be clamper circuit. Clamper circuit ആണ് shifting of the DC level. Which of the following multi vibrator is called a flip flop? ഏത് മൾട്ടി വൈബ്രേറ്റർ ആണ്? സോറി, ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ടൈപ്പ് മൾട്ടി വൈബ്രേറ്റർ ആണ്? ഇറ്റ് ഇസ് എ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ഒരു രജിസ്റ്റർ ആണ്. ഓക്കെ, ശരി. ഫോളോയിങ് സർക്യൂട്ട് ഈസ് ക്ലിപ്പർ. ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ഓഫ് ക്ലിപ്പർ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഡയോഡ് താഴേക്കാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ക്ലിപ്പ് ചെയ്ത് കളയും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി 0. സോ ഇറ്റ് ഇസ് എ പോസിറ്റീവ് ക്ലിപ്പർ. ക്ലിപ്പിംഗ് എലമെന്റ് എന്ന് പറയുന്ന ഡയോഡ് ഇറ്റ് ഇസ് ഷണ്ട് കണക്റ്റഡ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ ഷണ്ട് പോസിറ്റീവ് ടൈപ്പ് ഓഫ് ക്ലിപ്പർ. ഓക്കെ, two amplifiers are connected in series cascaded. The first amplifier has a voltage gain of two amplifiers are connected in series cascaded. The first amplifier has a voltage gain of, okay, question കുറച്ചൊരു incomplete ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്യുക. രണ്ട് ആംപ്ലിഫയറിന്റെയും ഗെയിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആംപ്ലിഫയറിൽ വരുന്ന ഇൻപുട്ട് വോൾട്ടേജ് 0.05 ആണെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ആൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ ഓപ്ഷൻ സി 9 എന്ന് വരും. ഓക്കെ, 9 വോൾട്ട്. വെരി ഗുഡ്. ആൻസർ ഓപ്ഷൻ 9 വോൾട്ട് എന്നാണ് വരുന്നത്. ഓക്കെ, ഹൗ മെനി ടൈപ്സ് ഓഫ് കപ്ലിംഗ് മെത്തേഡ്സ് ആർ ദെയർ ഇൻ എ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ? മെയിൻലി 3 ആണ് അല്ലേ? ഒന്ന് RC coupled, ഒന്ന് ഡയറക്റ്റ് coupled, ഒന്ന് ട്രാൻസ്ഫോമർ coupled. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. കൺസിഡർ ദ ഫോളോയിങ്.
ഷണ്ട് ക്ലിപ്പർ നെഗറ്റീവ് ക്ലിപ്പർ അല്ലേ? നെഗറ്റീവ് ക്ലിപ്പർ അല്ലല്ലോ. കാരണം എന്താണ്? ഡയോഡ് താഴേക്കാണ് മൂവ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് അല്ലേ? പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ വരുമ്പോൾ ഈ ഏരിയ അങ്ങ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് പോസിറ്റീവ് ക്ലിപ്പർ ആണ്. അതെ, ആൻസർ താഴെ ഒരു സ്റ്റുഡന്റ് കമന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഷ്മിറ്റ് ട്രിഗർ ക്യാൻ ബി എമിറ്റർ കപ്പിൾഡ് ബൈസ്റ്റേബിൾ സർക്യൂട്ട്. ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്ന ബൈസ്റ്റേബിൾ സർക്യൂട്ട് തന്നെയാണ്. ഷ്മിറ്റ് ട്രിഗർ എക്സിബിറ്റ് ഹിസ്റ്ററിസ് ഫിനോമിനോൺ, അതും കറക്റ്റ് ആണ്. ദി ഔട്ട്പുട്ട് ഓഫ് എ ഷ്മിറ്റ് ട്രിഗർ വിൽ ബി ട്രയാങ്കുലർ ഇഫ് ദ ഇൻപുട്ട് ഈസ് സ്ക്വയർ വേവ്. സോ ദാറ്റ് ആൻസർ ഈസ് റോങ് അല്ലേ? കാരണം എന്താണ്? ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്ന പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ പ്ലസ് വി സാറ്റ് അല്ലെങ്കിൽ മൈനസ് വി സാറ്റ് വരത്തുള്ളൂ. സോ 1 and 2 is the correct answer. Answer is option 1 and 2. Op-amp performs which type of mathematical operation? Op-ampനകത്ത് എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും പെർഫോം ചെയ്യും. ലീനിയറും ഉണ്ട്, നോൺ ലീനിയറും ഉണ്ട്. Op-amp യൂസ് ചെയ്ത് നമുക്ക് സമ്മിങ് ഓപ്പറേഷൻ നടത്താം. Op-amp യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കംപ്രഷൻ നടത്താം. Op-amp യൂസ് ചെയ്തുകൊണ്ട് എക്സ്പാൻഷൻ നടത്താം അല്ലേ? ഫീഡ്ബാക്ക് സർക്യൂട്ടിൽ നമ്മൾ ഡയോഡ് വെച്ച് കഴിഞ്ഞാൽ ലോഗറിതമിക് എന്താണ് ആംപ്ലിഫയർ ആവും. സോ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ എന്ത് ടൈപ്പ് ഓഫ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വേണമെങ്കിലും നമുക്ക് നടത്താം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ വാല്യൂ ടു ബി കൺസിഡേർഡ് ഫോർ ദ ഡോണ്ട് കെയർ കണ്ടീഷൻ? ഐദർ 0 or 1. 0 വേണമെങ്കിൽ 0 കൺസിഡർ ചെയ്യാം, 1 വേണമെങ്കിൽ 1 കൺസിഡർ ചെയ്യാം. കാരണം ഡിപ്പെൻഡിങ് അപ്പോൺ വെദർ നമ്മൾ SOP ഫോമാണ് POS ഫോമാണ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റർമൈൻ ചെയ്തിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ശരി, നമുക്ക് നോക്കാം. In a JK flip-flop, if J is equal to K, then the resulting flip-flop is J equal to K, J equal to K equal to 1. എന്നൊക്കെ പറയുമ്പോൾ that is going to be a T flip-flop. Ripple counter is also called asynchronous counter. Based on how data is entered or shifted out, shift registers are classified as 4 category അല്ലേ? Serial in, serial out, serial in, parallel in, serial out and parallel in, parallel out. When a UJT is used for triggering an SCR, the wave shape of the voltage obtained from the UJT circuit. നമുക്കറിയാം UJT സർക്യൂട്ടിനെ നമ്മൾ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എപ്പോഴാണ് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്? UJT, when the voltage increases the peak value, there is a breakdown occurring. ബ്രേക്ക് സംഭവിക്കുമ്പോൾ മാത്രം UJTയുടെ ഔട്ട്പുട്ടിൽ നമുക്കൊരു കർവ് കിട്ടും. സോ ദാറ്റ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സോ ടൂത്ത്. എക്സാക്ട്ലി സോ ടൂത്ത് ആയിരിക്കത്തില്ല, പക്ഷെ നമുക്ക് ആ ചാർജിങ് ടൈം കോൺസ്റ്റന്റ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ സോ ടൂത്ത് വേവ് ഫോമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. കറക്റ്റ് ആണ്. സോ ടൂത്ത് ഇസ് ദ കറക്റ്റ് ആൻസർ. ട്രയാക്ക് എന്ന് പറയുന്ന 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഓക്കെ, ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. ബൈ ഡയറക്ഷണൽ സ്വിച്ച് ആണ്. 2 ഡയറക്ഷനിലും എന്താണ് കണ്ടക്ട് ചെയ്യും. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. MOSFET is a voltage control device. SCR is turned off by, SCR turn off ചെയ്യാൻ നമുക്ക് ഒരു വഴിയുമില്ല അല്ലേ? SCR turn off ചെയ്യണമെങ്കിൽ ആനോഡ് കറണ്ട് ഷുഡ് fall below the holding current. So answer is option D. None of the above. The load voltage of a chopper can be controlled by varying the duty cycle. Okay, by varying the duty cycle. Which of the following device converts the AC supply of one frequency into AC supply of other frequency? എന്തായിരിക്കും ഇതിന്റെ ആൻസർ? Which of the following is going to convert? Answer is going to be cycloconverter. Cycloconverter ആണ് AC to AC at a different frequency നടത്തുന്നത് അല്ലേ? SMPS is worked on the basic principle of chopper. കാരണം SMPS എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി അതൊരു അൺറെഗുലേറ്റഡ് DCനെ റെഗുലേറ്റഡ് DC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. So it is essentially a chopper principle. One of the basic requirement of servo motor is that it must produce high torque at all speed ആണ് correct answer. Next question. Okay. Register of microprocessor which keeps track of the execution of program and which contains the memory address of next instruction to be executed. Okay, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Which register is holding the next instruction to be executed the address? എന്തായിരിക്കും? ആൻസർ is program counter. What is the size of RAM and ROM in 8051 microcontroller? എന്തായിരിക്കും? റാമിന്റെ സൈസും റോമിന്റെ സൈസും. റാം എന്ന് പറഞ്ഞാൽ 128 ബൈറ്റ്സും റോം എന്ന് പറഞ്ഞാൽ 4 KB. സോ 4 KB ആൻഡ് 128 ബൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 128 ബൈറ്റ്സ് റാം ആൻഡ് 4 KB റോം. ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. ഓക്കെ, വെരി ഗുഡ്. ആൻസർ ഇസ് ഓപ്ഷൻ സി. വെരി ഗുഡ്. Which of the timer can operate in the 16-bit condition? Answer is timer 1. Timer 1 ആണ് 16-bit ഓപ്പറേഷനിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത്. Programmable logic controllers is classified into basic ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമബിൾ ലോജിക് കൺട്രോളർ ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് PLC ആൻഡ് മോഡുലാർ PLC. അതല്ലാണ്ട് തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ബേസിക്കലി ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സഡ് PLC ആൻഡ് മോഡുലാർ PLC. Which of the following are the components of process automation? ഓട്ടോമേഷനകത്ത് എല്ലാ പ്രോസസ്സും വരും. ഇറ്റ് ഇസ് ബേസിക്കലി എന്താണ്? കൺട്രോൾ സിസ്റ്റം തന്നെയാണ്. സെൻസർ, കൺട്രോളർ, ആക്ച്വേറ്റേഴ്സ് എല്ലാ എലമെന്റ്സും നമുക്ക് വരും.
ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം ഈസ് എ സിസ്റ്റം എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് കൺട്രോൾ. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു DCS നിന്ന് ഒരുപാട് ടഫർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. PI കൺട്രോളേഴ്സ് ഇന്റഗ്രൽ വന്നു കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസിനെ ഇംപ്രൂവ് ചെയ്യും, ഡെറിവേറ്റീവ് വന്നു കഴിഞ്ഞാൽ ട്രാൻസിയന്റ് റെസ്പോൺസിനെ ഇംപ്രൂവ് ചെയ്യും. സോ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ആൻസർ ഈസ് ഓപ്ഷൻ സി. ഹൗ മെനി ലെവൽസ് ആർ പ്രസന്റ് ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം മാനുഫാക്ചറിംഗ്? സോ ഇത് ആക്ച്വലി ഭയങ്കര ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് കൺട്രോൾ സിസ്റ്റം മാനുഫാക്ചറിംഗ് ആണെന്നാണ് നമുക്ക് ഒരു ഹോർഡിൽ വെക്കാൻ ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ആൻസർ കീ വരുമ്പോൾ നോക്കാം. ബേസിക്കലി 4 ആണ് വരേണ്ടത്, പക്ഷേ എങ്കിൽ പോലും 4 ആണെന്ന് നമ്മൾ കറക്റ്റാ പറയുന്നില്ല. 4 വരാം, 5 ഒക്കെ വരാം. ഓക്കെ, ശരി. ദ ബാൻഡ് ഗ്യാപ്പ് ഓഫ് സിലിക്കൺ അറ്റ് റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 1.1 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇതാണ് നമ്മളുടെ ഒരു ഓവറോൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ആൻസർ കീ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരുവിധം ഓൾറെഡി നമ്മുടെ ശാസ്ത്രം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല. ഓക്കെ, ഒരുപാട് ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, എങ്കിൽ പോലും അത്യാവശ്യം ഒരുവിധം റെഗുലറായിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഇതോടുകൂടി നിങ്ങളുടെ ഡിപ്ലോമ ലെവൽ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞെന്ന് വിചാരിക്കരുത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരുന്ന ടോപ്പ് 250 to 500 ഒരു 500 സ്റ്റുഡൻസിന് വരെ നമുക്ക് ഈ ഒരു സബ് എഞ്ചിനീയർ എക്സാമിനേഷൻ്റെ ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്ത് ജോബ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ അതിന് ബാക്കി വരുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഒക്കെ വരുന്നുണ്ട് ഡിപ്ലോമ ലെവൽ സ്റ്റുഡൻസിന്. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ ഒരു ബാച്ച് വരുന്നുണ്ട്. ലാസ്റ്റ് ടൈം KSEB 396 അറൗണ്ട് അഡ്വൈസ് പോയ ഒരു വലിയൊരു എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ബട്ട് കൺഫ്യൂസിംഗ് ആണ്. യൂഷ്വലി അങ്ങനെ ആയിരിക്കണമല്ലോ, ഒരുപാട് ഈസി ക്വസ്റ്റ്യൻ പേപ്പറും ആവാൻ പാടില്ല. ഈസി ബട്ട് കൺഫ്യൂസിംഗ് ആണ്. ബട്ട് അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഓക്കെ, എല്ലാവർക്കും നിങ്ങളെ പോലെ തന്നെ സെയിം ആയിട്ട് അഫക്റ്റഡ് ആയിട്ടുണ്ടാകും. സോ അതുകൊണ്ട് നിങ്ങൾ ബോധറാവേണ്ട കാര്യമില്ല. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും റെസ്റ്റ് എടുത്തിട്ട് നെക്സ്റ്റ് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ലാസ്റ്റ് 10 ഡേയ്സിൽ എങ്ങനെ പഠിച്ചു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതേ ഒരു സ്ട്രെങ്തിൽ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യാം. കാരണം ഒരുപാട് എക്സാമിനേഷൻ ഡിഗ്രിക്കാർക്കാണെങ്കിലും ഡിപ്ലോമക്കാർക്കാണെങ്കിലും ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ലെക്ചർ ഇൻ പോളിടെക്നിക്ക് വരുന്നുണ്ട്, MTech കസ്റ്റം പ്രൊഫസർ വരുന്നുണ്ട്, KSEB 396 അഡ്വൈസ് വരെ പോയൊരു എക്സാമിനേഷനാണ്. ഓക്കെ, സോ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സാമിനേഷനകത്ത് മാർക്ക് കുറഞ്ഞു എന്ന് തോന്നുന്ന സ്റ്റുഡൻസിന് നെക്സ്റ്റ് എക്സാമിനേഷനകത്ത് ഷുവർ ആയിട്ട് കയറാം. അത്രേ ഉള്ളൂ. ഓക്കെ സാർ, കട്ട് ഓഫ് എങ്ങനെ ഉണ്ടാവും? സോ ഓൾറെഡി നമ്മുടെ സാർ പറഞ്ഞായിരുന്നു കട്ട് ഓഫ് നമുക്ക് കമ്പാരിറ്റീവ്ലി ലോവർ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 1000+ കാൻഡിഡേറ്റ്സ് നിങ്ങളുടെ മെയിൻ ലിസ്റ്റിനകത്ത് തന്നെ വരും. സോ കട്ട് ഓഫ് നാച്ചുറലി കുറവായിരിക്കും. അതോടൊപ്പം തന്നെ PWD ഓവർസിയർ പോലെ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നാച്ചുറലി താഴേക്ക് തന്നെ വരും. ആസ് ഓഫ് നൗ നമ്മൾ 55 to 65 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ജസ്റ്റ് എക്സ്പെക്ടേഷൻ ആണ്. ബാക്കി നിങ്ങളുടെ റെസ്പോൺസ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് നിങ്ങളുടെ മാർക്ക് ഫൈനൽ കീ വന്നതിന് ശേഷമൊക്കെ ഒന്ന് അനാലിസിസ് നടത്തിയതിന് ശേഷം നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഹോൾഡിംഗ് കറണ്ട് മനസ്സിലുണ്ടായിരുന്നു, ബട്ട് ഗ്രാഫ് ഒക്കെ വരച്ച് ആലോചിച്ച് ആൻസർ ചെയ്ത് സാരമില്ല. അത് നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ അല്ലേ, ബാക്കി ഒരുപാട് ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും. നമ്മൾ എത്ര പഠിച്ചിട്ട് പോയാലും 1-2 ക്വസ്റ്റ്യൻ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വളരെ ഈസി ആയിട്ട് മിസ്സായി പോകും. സോ അതിലൊന്നും വലിയ കാര്യമില്ല. അഭിലാഷ് 66 80 CLA. ഓക്കെ, സോ നിങ്ങൾ ആൻസർ നോക്കുക. 66.6 ഒക്കെ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. ഓക്കെ, 66.6 ഒക്കെ ചാൻസ് ഉള്ള ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം എക്സാമിനേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ നിങ്ങളത് മനസ്സിലാക്കുക. എക്സാമിനേഷൻ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈക്വലി ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരേപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആർമേച്ചർ MMF ട്രയാങ്കുലർ ആണ്, ഫ്ലക്സ് സാഡലാണ്. ഓക്കെ, മനസ്സിലായി. ആർമേച്ചർ MMF ട്രയാങ്കുലർ, നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ടോപ്ഡ് ആണ് അല്ലേ. AE വേക്കൻസി 6 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. അതൊന്നും നിങ്ങൾ ഒട്ടുമേ ബോധർ ആവണ്ട. AE വേക്കൻസി എന്നൊക്കെ പറയുന്നത് ഇനി ഗ്രാജുവലി കയറും. ഓക്കെ, 6 വേക്കൻസി എന്ന് പറയുന്നത് അറ്റ് ദ പ്രസന്റ് ടൈമിൽ 6 എന്നേ ഉള്ളൂ. ഇനി എക്സാമിനേഷൻ വന്ന് റിസൾട്ട് വരാൻ 1.5 വർഷം എടുക്കും. അതിനുശേഷം 3 വർഷം റിസൾട്ടിന് വാലിഡിറ്റി ഉണ്ട്. സോ നിങ്ങൾ ഇപ്പോഴത്തെ പ്രസന്റ് വേക്കൻസി നോക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഈ PWD ഓവർസിയർ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ വേക്കൻസി ആദ്യമേ റിപ്പോർട്ട് ചെയ്താൽ വളരെ കുറവായിരുന്നു. ഇപ്പോൾ തന്നെ 50 വേക്കൻസി അടുപ്പിച്ചുണ്ട്. സോ ഇനി ലിസ്റ്റ് വന്ന് 3 ഇയറും കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് ടോപ്പിൽ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ KSEB സബ് എഞ്ചിനീയർ കിട്ടിപ്പോകും. സോ ആ ലിസ്റ്റിൽ ബാക്കിലോട്ട് വരുന്നവർക്കൊക്കെ ഒരുപാട് പേർക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. PWD ഓവർസിയർ ഒക്കെ. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്
37 മാർക്കേ ഉള്ളൂ, ഒരുപാട് കഷ്ടപ്പെട്ടതാ, എനിക്ക് ഉറച്ച് 37 മാർക്ക് എന്ന് പറഞ്ഞാൽ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതൊരു കുഴപ്പമുള്ള കാര്യമല്ലേ. ഇപ്പോൾ ആരെടുത്താലും ആദ്യമൊക്കെ 37 മാർക്സ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇനി അടുത്തൊരു വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. ആ എക്സാമിനേഷനകത്ത് ഇതേ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പോലും 60 ഒക്കെ ക്രോസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. സോ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഓർ ആക്ച്വലി കൺട്രോളിംഗ് ടോർക്കാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഓപ്പോസ് ചെയ്യുന്നത്. ആ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ദൃശ്യാശാർത്ത് ഓക്കെ പറയുന്നത് കറക്റ്റാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൺട്രോളിംഗ് ടോർക്കിന്റെ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. പ്ലീസ് ഡോണ്ട് ലൂസ് ഹോപ്പ്, കണ്ടിന്യൂ ചെയ്ത് പഠിക്കുക ഫോർ ദ നെക്സ്റ്റ് എക്സാം. കാര്യങ്ങളൊക്കെ അത്രയും സിമ്പിളാണ്. എക്സാമിനേഷൻ കഴിഞ്ഞു, ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇനി നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ ഒരു മുകളിൽ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് നടക്കരുത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇനി വരുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾ മാക്സിമം എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, ആൻസർ കീ ആയോ? ക്വസ്റ്റിൻ്റെ ആൻസർ കീ നമുക്ക് ഒഫീഷ്യലി നമ്മുടെ കേരള PSC ഇന്നല്ലെങ്കിൽ നാളെ തന്നെ ഫസ്റ്റ് സെറ്റ് പ്രിലിമിനറി കീ ഇടും. അതിന് പിന്നെ കറക്ഷൻസ് എല്ലാം കഴിഞ്ഞ് വിത്തിൻ 1 മന്ത് നിങ്ങളുടെ ഫൈനൽ ആൻസർ കീയും കേരള PSC പുറത്തുവിടും. ഓക്കെ, സോ എല്ലാവരും തന്നെ നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് വരുന്ന മേജർ എക്സാം എന്ന് പറഞ്ഞാൽ KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഡിഗ്രിക്കാർക്കുള്ളത്. അതല്ലാണ്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ വരുന്നുണ്ട്. ഡിപ്ലോമക്കാർക്കും ഡിഗ്രിക്കാർക്കും കമ്പൈൻഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്. സോ ആ എക്സാമിനേഷനൊക്കെ മാക്സിമം പഠിക്കുക. ഈ ഒരു എക്സാമിനേഷനകത്ത് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയവരൊന്നും ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, ഒന്നുകൊണ്ട് പേടിക്കണ്ട. നിങ്ങൾക്ക് ഇനി ഒരുപാട് എക്സാമിനേഷൻ ഇൻലൈൻ വരുന്നുണ്ട്. ഓക്കെ, സോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ ലിസണിങ്. ബാക്കി നമുക്ക് കേരള PSCയുടെ കീ വന്നതിന് ശേഷം നോക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ള കാര്യങ്ങൾ ദൃശ്യാശാർ 73 മാർക്സ്. ഓക്കെ, വെരി ഗുഡ്. 73 ഒക്കെ അത്യാവശ്യം സേഫ് സോണിൽ തന്നെയാണ്. ഓക്കെ, ബാക്കി സ്റ്റുഡൻസിന്റെ മാർക്കും കൂടെ വന്നതിന് ശേഷം നമുക്ക് അനാലിസിസ് നടത്താം. സോ കൺഗ്രാറ്റുലേഷൻസ് ടു all the students who have performed well. Okay, so thank you.